എന്ന് നമുക്ക് ആശംസിക്കാം. മണം തിരിച്ചു വരട്ടെ, കേക്കിന്റെ മണമുള്ള ഒരു ക്രിസ്മസ് കാലം തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. അതേപോലെ MD തിരിച്ചു വരട്ടെ എന്നാണ് പ്രാർത്ഥന. MD പോയി കണ്ടിരുന്നു ആശുപത്രിയിൽ? അല്ല, എങ്ങനെയാണ് നമ്മുടെ അവിടെ പോവുക? എനിക്ക് പോകാൻ വയ്യ. അങ്ങനെ അവശനായി കിടക്കുന്ന നന്നായിട്ട് നമുക്ക് കാണാനും കഴിയില്ല, പ്രാർത്ഥിക്കാൻ മാത്രം കഴിയും. തിരിച്ചു വരട്ടെ എന്ന് കാണാൻ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ലല്ലോ എന്നാണല്ലോ MD പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ശരി, MTയുടെ ഒരു വിഷയം തന്നെയാണല്ലോ കാത്തിരിപ്പ്. വാനപ്രസ്ഥം എന്നുള്ള കഥയിലൊക്കെ ഉണ്ട് അല്ലേ, കാലത്തിലുണ്ട് അല്ലേ, മഞ്ഞിലുണ്ട്, എല്ലാത്തിലും MD എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന എഴുത്തുകാരൻ ഒരാൾ MD ആയിരിക്കും. എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കല്ലേ. പിന്നെ എല്ലാവരിൽ നിന്നും അകലം സൂക്ഷിക്കുക, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിൽ നിന്ന് പോലും അകലം സൂക്ഷിക്കുക. ഇപ്പം മരണത്തിൽ നിന്നും അകലം സൂക്ഷിക്കുകയാണ്. മരണത്തിൽ അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല കേട്ടോ. MTയുടെ ഒരു മോഹൻചേട്ടൻ അങ്ങനെയാണോ? ഒരു എല്ലാവരോടും അടുക്കുമ്പോഴും ഒരകലം എപ്പോഴും ഒരു ഇടം? എനിക്ക് ഞാൻ എവിടെ പോയാലും ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത്. ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ പോയാലും ആ സ്ഥലമാണ് എൻ്റെ നാട് എന്നെനിക്ക് തോന്നും. ചെറിയ സ്ഥലങ്ങളിൽ വളരെ ദൂരെയൊക്കെ ഫ്രാൻസിലൊക്കെ ചെറിയ ഗ്രാമത്തിലൊക്കെ വരുന്നത്, ആ ഗ്രാമത്തിലൊക്കെ ഇതാണ് എൻ്റെ നാടെന്ന് എനിക്ക് തോന്നും. ഞാനിങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന ഒരാളാണ്. പിന്നെ പക്ഷേ ഇപ്പോഴും അതാണ് പ്രശ്നം, അധികം സൗഹൃദങ്ങളും ബന്ധങ്ങളുണ്ടല്ലോ, അത് വേറൊരു വിഷയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ആളുകൾ വരും, നമുക്കൊന്ന് സ്വപ്നം കാണാൻ സമയമില്ല. അപ്പോൾ സ്വപ്നം കാണാൻ കഴിയുന്നൊരു കാലം വരട്ടെ, കേക്കിൻ്റെ മണമുള്ള ക്രിസ്മസ് കാലം വരട്ടെ എന്നുള്ളതാണ്. മോഹൻചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് തോന്നിയില്ലേ, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് മോഹൻചേട്ടൻ പറഞ്ഞത്. അത് വളരെ മനോഹരമായിട്ടാണ് മോഹൻചേട്ടൻ പറഞ്ഞതല്ലേ. പ്രൊഫഷണൽ ആവാൻ ഒരുപാട് കോച്ചിങ് സെൻ്റർ ഉണ്ട്, പക്ഷേ മനുഷ്യനാവാൻ കോച്ചിങ് സെൻ്ററിനില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. നിങ്ങൾ റിപ്പോർട്ടർ ചാനലുണ്ട്. താങ്ക് യു മോഹൻചേട്ടാ. വലിയ വൈകാരികമായിട്ടാണ് മോഹൻചേട്ടൻ ഇന്നിപ്പോൾ സംസാരിച്ചത് നമ്മളോട്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം സമയങ്ങളിൽ കുറച്ച് സമയമെടുത്ത് അതൊക്കെ ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ ഓട്ടത്തിനിടയിൽ നമ്മളിങ്ങനെ പാഞ്ഞു പോകുന്നതിനിടയിലൊക്കെ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ചില കേക്കിൻ്റെ മണം പോലെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന ചിലതുണ്ടാവുമല്ലോ.